നാളെ നോമ്പല്ലേ? നോമ്പ് തുറക്കാൻ പാവപ്പെട്ടവർക്ക് വല്ലതും കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പ്രതിഫലം അതിഗംഭീരമാണ്, പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. അതനുഭവിച്ചേ മതിയാവൂ. നോമ്പുകാലത്ത് സ്വതക്കകൾ ചെയ്യലും ദാനധർമ്മങ്ങൾ അധികരിപ്പിക്കലും പവിത്രമാക്കപ്പെട്ടത് അതുകൊണ്ടാണ്. ഞാനൊരു കഥ പറയട്ടെ. ഒരു പാവപ്പെട്ട ദരിദ്രൻ, അദ്ദേഹവും കുടുംബവും നോമ്പ് തോറ്റു. വൈകുന്നേരമായപ്പോൾ നോമ്പ് തുറക്കാൻ അദ്ദേഹത്തിന് ഒന്നും ലഭിച്ചില്ല, പട്ടിണി പാവങ്ങളാണ്. അങ്ങാടിയിൽ പോയപ്പോൾ ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ കച്ചവടം നടത്തുന്നുണ്ട്. അദ്ദേഹത്തോട് പോയി ചോദിച്ചു, എൻ്റെ കുടുംബത്തിനും എനിക്കും നോമ്പ് തുറക്കാൻ ഒന്നും എൻ്റെ കൈകളിലില്ല, അതുകൊണ്ട് ഒരു ദിർഹം എനിക്ക് കടം തരുമോ? ആ ചെറുപ്പക്കാരൻ മുഖം തിരിച്ചു, ഒന്നും പറഞ്ഞില്ല. വല്ലാത്ത മാനസിക വിഷമത്തോടെ ആ ഫക്കീർ തിരിച്ചു പോകുന്ന സമയത്ത് ഒരു ജൂതനെ കണ്ടു. ആ ജൂതൻ ചോദിച്ചു, എന്താണ് നിങ്ങളുടെ പ്രശ്നം? അപ്പോൾ പറഞ്ഞു, ഞാൻ നോമ്പുകാരനാണ്, എൻ്റെ കുടുംബത്തിനും എനിക്ക് നോമ്പ് തുറക്കാൻ ഒന്നുമില്ല, പശിയടക്കാൻ ഒന്നുമില്ല. ആ ജൂതൻ ഉടനെ തന്നെ 10 ദിർഹം കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾ ഇതുകൊണ്ട് നോമ്പ് തുറക്കുവീൻ, സുഭിക്ഷമായി ഭക്ഷണം കഴിക്കുവീൻ. ആ പാവപ്പെട്ട ഫക്കീർ വളരെ സന്തോഷത്തോടെ തിരിച്ച് വീട്ടിലേക്ക് പോയി. സാധനങ്ങളും കൊണ്ടാണ് പോകുന്നത്. അങ്ങനെ അവർ നോമ്പ് തുറന്നു, റാഹത്തായി. നമ്മുടെ കഥാപുരുഷരുണ്ടല്ലോ, ആ മുഖം തിരിച്ച മുസ്ലിം കച്ചവടക്കാരൻ അന്നേ ദിവസം രാത്രി ഒരു സ്വപ്നം കാണുന്നു. ഖിയാമത്തിനാളാണ്. അതിഭീകരമായ അവസ്ഥ. അദ്ദേഹത്തിന് ദാഹിച്ച് വലഞ്ഞു. വിശപ്പാണെങ്കിലോ അതികഠിനം. അദ്ദേഹത്തിൻ്റെ വിഷമം ഇരട്ടിയായി. അങ്ങനെ നടന്നു നോക്കുമ്പോഴുണ്ട് വലിയൊരു കൊട്ടാരം. അതിൻ്റെ കവാടമാണെങ്കിലോ ചുവന്ന രക്തങ്ങളാലുള്ള വാതിലുകളാണ് അതിനുള്ളത്. അപ്പോൾ അതിൻ്റെ മുറ്റത്ത് എത്തിയിട്ട് ഈ കച്ചവടക്കാരൻ വിളിച്ചു ചോദിച്ചു, അല്ലയോ കൊട്ടാര നിവാസികളെ, എനിക്ക് വല്ലതും തരുമോ? ദാഹിക്കുന്നുണ്ട്, പശിയടക്കാൻ വല്ലതും തരുമോ എന്ന് ചോദിച്ച സമയത്ത് ആ കൊട്ടാര നിവാസികളിൽ നിന്നൊരാൾ പറഞ്ഞു, ഓ ചെറുപ്പക്കാരാ, നിനക്കുള്ളതായിരുന്നു ഇതുവരെ ഈ കൊട്ടാരം. പക്ഷേ ഇന്നു മുതൽ ഈ കൊട്ടാരത്തിൻ്റെ ഉടമ ആരെന്നറിയുമോ? ഒരു ജൂതനായ മനുഷ്യനാണ്. കാരണം നിങ്ങളുടെ അടുക്കലേക്ക് നോമ്പ് തുറക്കാൻ വേണ്ടി, പശിയടക്കാൻ വേണ്ടി ഒരു ദിർഹം കടം ചോദിച്ചപ്പോൾ കൊടുത്തില്ലല്ലോ. ആ ജൂതൻ 10 ദിർഹം കൊടുത്തു ഈ കൊട്ടാരം സ്വന്തമാക്കി. നിങ്ങളെ പേര് ഇതിൽ നിന്ന് മായ്ച്ചിരിക്കുന്നു. ഇപ്പോൾ ഇതിൻ്റെ ഉടമ ആ ജൂതനായ മനുഷ്യനാണ്. ഈ ചെറുപ്പക്കാരൻ സ്വപ്നത്തിൽ നിന്ന് ഞെട്ടി എണീറ്റു. വല്ലാത്ത പൊറുതികേട്. നേരം വെളുത്ത ഉടനെ ആ ജൂതൻ്റെ അടുക്കിലേക്ക് ഓടി. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഇന്നലെ കൊടുത്ത ആ 10 ദീനാറ് എനിക്ക് നിങ്ങൾ വിൽക്കുമോ? ഞാൻ നിങ്ങൾക്ക് 100 ദീനാർ തരാം. അപ്പൊ ജൂതൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇല്ല, ഞാൻ വിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾ 1,00,000 തന്നാൽ പോലും ഞാനത് തരില്ല. അപ്പോ ആ ചെറുപ്പക്കാരൻ ചോദിച്ചു, എന്താ സംഭവം? പറഞ്ഞു, നിങ്ങൾ ആ കൊട്ടാരം സ്വന്തമാക്കാനല്ലേ, ആ കൊട്ടാരത്തിൽ നിന്ന് നിങ്ങളെ പേര് മായ്ച്ചു അല്ലേ? ആ മുസ്ലിം ചെറുപ്പക്കാരൻ അത്ഭുതപ്പെട്ടു. ചോദിച്ചു, നിങ്ങൾക്ക് എങ്ങനെ ഇത് മനസ്സിലായി? അപ്പൊ പറഞ്ഞു, നിങ്ങൾ സ്വപ്നം കണ്ടില്ലേ, അതേ സ്വപ്നം റബ്ബ് എനിക്കും കാണിച്ചു തന്നിട്ടുണ്ട്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. ഷഹാദത്ത് കലിമ ആ ജൂതനായ മനുഷ്യൻ ഉറക്കെ ചൊല്ലുകയാണ്. നോക്കണം, നാം പശിയടക്കാൻ, വിശപ്പടക്കാൻ പാവപ്പെട്ടവർക്ക് വല്ലതും നിങ്ങൾ കൊടുത്തു നോക്കൂ. നോമ്പല്ലേ? അവർക്ക് കൊടുക്കുന്ന ആ ദാനധർമ്മങ്ങൾ അതിഗംഭീരമായി വലിയ പ്രതിഫലമായി റബ്ബ് നമുക്ക് തന്നുകൊണ്ടിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മുഴുവൻ സൽക്കർമ്മങ്ങളും സ്വീകരിക്കുമാറാവട്ടെ. അതുകൊണ്ട് പാവപ്പെട്ട ആളുകളെ വെറും കൈയോടെ മടക്കി അയക്കരുത്. നമ്മുടെ മുമ്പിലേക്ക് ആരെങ്കിലും കൈ നീട്ടി വന്നാൽ, യാചിച്ച് വന്നാൽ
വെറും കൈയോട് അവരെ മടക്കി അയക്കരുത്. നമുക്കൊന്നും കൊടുക്കാനില്ല എങ്കിൽ പുഞ്ചിരിച്ചുകൊണ്ട് സ്നേഹത്തോടെ സന്തോഷത്തോടെ വേണം അവരെ പറഞ്ഞയക്കാൻ. ദുഃഖിപ്പിക്കരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സന്തോഷത്തിൻ്റെ അഹ്ലുകാരാക്കി വിജയികളുടെ കൂട്ടത്തിൽ പെടുത്തി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. അതുവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.